بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ശൂറ 12-13 ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ ലഹു മഖാലീദു, ലഹു എന്നതിലെ ലാമ് തർക്കീഖ് ചെയ്യുക. ലാമ് ഹാ എല്ലാം തർക്കീഖിന്റെ അക്ഷരങ്ങളാണ്. ഹാഇന്റെ ദ്വമീറിന് സില സൂറ എന്ന ദീർഘം നൽകി 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രം ദീർഘിപ്പിക്കേണ്ടതാണ്. ലഹു അധികം നീട്ടിപ്പോകരുത്. മഖാലീദു, ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. മഖാലീദു സ്സമാവാതി, അസ്സമാവാതി. സീന്, മീമ്, വാവ് ഇവയുടെ അലിഫുകൾ എല്ലാം തർക്കീഖ്. താഇ വൽ അർദ്, റാ ദ്വാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. പെരുപ്പിച്ച് തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. യബ്സുതു, യബ്സുതു, യാ ബാ സീന് എല്ലാം തർക്കീഖാണ്. ത്വാഇന് മാത്രം തഫ്ഖീം. യബ്സുതു റിസ്ഖ, റിസ്ഖ ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ലിമൻ യശാഉ, സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്യണം, യായിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ലിമൻ യശാഉ മദ് മുത്തസിൽ വാജിബ്, നിർബന്ധമായും 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കണം. വയഖദിർ, ഖാഫ് ഖൽഖല തഫ്ഖീം തുടങ്ങിയ സിഫത്തുകളെല്ലാം ഖാഫിന് വരുന്നു. യഖദിർ, റാഇന് തർഖീഖ് കൊടുക്കണം, കാരണം അതിന് സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റും വരുന്നു എന്നതുകൊണ്ട്. വയഖദിർ. ഇന്നഹു നൂൻ മുശദ്ദദ മണിക്കുക. ഹാഇന്റെ സില സുഗ്റ എന്ന ദീർഘം നൽകി നീട്ടി ഉച്ചരിക്കുക. ബികുല്ലി ഷൈഇൻ അലീം, തൻവീൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കും. ശറഅ ലക്കും, ശറഅ ലെ ഷീന് റാ പിന്നെ ഐന്, ഇതിൽ റാഇന് മാത്രമാണ് തഫ്ഖീം. ശറഅ ലക്കും മിൻ അൻഫുസിക്കും, ശറഅ ലക്കും മിൻ അദ്ദീൻ. ഓക്കേ, ശറഅ ലക്കും മിൻ അദ്ദീൻ മാ വസ്സ, ഖാദിനും അലിഫിനും തഫ്ഖീം. മാ വസ്സ ബിഹി നൂഹൻ വല്ലദീ നൂഹൻ എന്ന തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന വാവിൽ ലയിപ്പിച്ച് മണിക്കണം. വല്ലദീ അതുപോലെ ഔഹൈനാ ഇലൈക, ഈ 2 ദീർഘങ്ങളും മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. തർഖീഖ് ചെയ്യാം. വസ്സൈന, സ്വാദിന് മാത്രം തഫ്ഖീം. ബിഹി, ആ ദീർഘം മദ്ദുസ്സില അൽ കുബ്ര, സില കുബ്രയുടെ ദീർഘമാണ്. മുൻഫസിലിന്റെ ഹുക്മാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയം. ഇബ്രാഹീമ, ഇബ്രാഹീമ ബാഇന് ഖൽഖല കൊടുക്കുക. റാഉം അലിഫും തഫ്ഖീം. വമൂസ വഈസ,
അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഈസ അത്ര മതി. ഇത് ചേർത്ത് ഓതുകയാണെങ്കിൽ വഈസ അൻ മുൻഫസില ദീർഘം വരും. അൻ അഖീമുദ്ദീന സാകിന നൂൻ ഇൽഹാർ ഹൽഖി. അഖീമു ഖാഫിന് കസ്ർ കുറഞ്ഞ തഫ്ഖീം. الدين ولا تتفرقوا فيه. كبر كبر على المشركين ما تدعوهم. ദാലിന്റെ സുക്കൂൻ ഖൽഖല നൽകണം. ഇബ്രാഹിമിന്റെ പറഞ്ഞ ബായിന്റെ സുക്കൂൻ അവിടെയും ഖൽഖലയാണ്. തദ്ഉഹും ഇവിടെ ദാലിന് ഖൽഖല. തദ്ഉഹും ഇലൈഹി സാകിന മീം ഇൽഹാർ ഷഫവി. ഇലൈഹി വഖഫ് ഇലൈഹി നീട്ടി വഖഫ് ചെയ്യാം. 6 ഹർക്കത്തിന്റെ അളവ് വരെ നീട്ടാവുന്നതാണ്. ഇലൈഹി അല്ലാഹു. അവിടെ ശ്രദ്ധിക്കണം. ഇലൈഹി നിർത്തിക്കഴിഞ്ഞു. ഇലൈഹി പിന്നെ അല്ലാഹു ചേർത്ത് ഓതുകയാണെങ്കിലോ ഇലൈഹില്ലാഹു. എങ്ങനെ ഓതുക? ഇലൈഹില്ലാഹു. യജ്തബി ഇലൈഹി വീണ്ടും യജ്തബി ജീമിന്റെ സുകൂൻ ഖൽഖല ശബ്ദം ചലിപ്പിക്കുക. യജ്തബി എന്നതിലെ യാഇനെ മുൻഫസിലായ ജായിസ ദീർഘം നൽകാം. 4-5 ഹറക്കത്തിന്റെ അളവ്. മൻ യശാഉ അവിടെ മദ്ദ മുത്തസിൽ വാജിബാണ്, നിർബന്ധമായും ദീർഘിപ്പിക്കണം 4-5 ഹറക്കത്തിന്റെ അളവിൽ. വയഹ്ദീ ഇലൈഹി അവിടെ മുൻഫസിലായ ദീർഘം നൽകാം. മൻ യുനീബ് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി. സാകിന നൂനിനെ ലയിപ്പിച്ച് മണിക്കുക. യുനീബ് വഖഫ് ചെയ്യുമ്പോൾ ബായിന്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അവിടെ ബിസ്മി മുതൽ നല്ലതാണ്. കാരണം ലഹു എന്ന ضمീർ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. അത് ശൈത്വാൻ റജീം എന്ന് പറഞ്ഞ പിശാചിലേക്ക് സങ്കല്പിച്ചു പോകരുത്. അതിന് അവിടെ ബിസ്മി കൊണ്ട് തുടങ്ങുക അല്ലെങ്കിൽ ഫസ്ല് ചെയ്യൽ നല്ലതാണ്. ലഹു മഖാലീദുസ് സമാവാതി വൽ അർദ്. يبسط الرزق لمن يشاء ويقدر. إنه بكل شيء عليم.
شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه ويهدي إليه من ينيب. ബാറക്കല്ലാഹു ഫീക്കും. എല്ലാവരും വളരെ നന്നായി ഓതി പഠിച്ച് ക്ലിയർ ആയിട്ട് വരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.